ബലാത്സംഗ കേസിൽ റാപ്പർ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്നും വേടനെ ചോദ്യം ചെയ്യണമെന്നും പോലീസ് കോടതിയെ അറിയിക്കും. പരാതിക്ക് പിന്നാലെ വേടനെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് ശ്രമിച്ചെങ്കിലും ഒളിവിലാണ് ഈ പുള്ളിക്കാരനെന്നാണ് അറിയുന്ന വിവരം. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, പോലീസ് വേടനെതിരായിട്ടുള്ള നിലപാടായിരിക്കുമോ കോടതിയിലെടുക്കുക? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പോലീസ് വേടന്റെ ജാമ്യ ഹർജിയെ എതിർക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. കാരണം അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ്. വേടനെ കസ്റ്റഡിയിലെടുക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. തമിഴ്നാട്ടിലും അതോടൊപ്പം തൃശ്ശൂരും ഒക്കെ കേന്ദ്രീകരിച്ച പരിശോധന നടത്തിയെങ്കിലും വേടനെ കണ്ടെത്താനായില്ല. ഇയാൾ ഒളിവിലെന്നാണ് പോലീസിന്റെ നിഗമനം. ഈ ഘട്ടത്തിൽ ജാമ്യം നൽകിയാൽ അത് അന്വേഷണത്തെ ബാധിക്കും എന്നാണ് പോലീസ് നിലപാട്. ആ പശ്ചാത്തലത്തിലാണ് ജാമ്യത്തെ എതിർക്കുന്നത്. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചാണ് വേടന്റെ ജാമ്യ ഹർജി പരിഗണിക്കുക. വേടന്റെ ആവശ്യം നോട്ട് ടു അറസ്റ്റ് വേണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പരിപാടികളടക്കം നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഈ പരാതിയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കെട്ടിച്ചമച്ചതാണ്, ഇതിൽ ഗൂഢാലോചനയുണ്ട് തുടങ്ങിയ വാദങ്ങളാണ് വേടൻ ഉന്നയിക്കുന്നത്. വേടനെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം നിർണായകമാണ്. ഇന്ന് അറസ്റ്റ് തടഞ്ഞൊരു ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എങ്കിൽ വേടന്റെ കസ്റ്റഡിയിലേക്ക് പോലീസ് ഉടൻ കടക്കും. അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് കടക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രാവിലെ ഒരു 12 മണിയോടുകൂടി വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കും. എസ് കെ.